നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. മണിപ്പൂരിലെ ഗോത്രവിഭാഗക്കാരായ കുക്കി സമുദായ അംഗങ്ങൾ പരമ്പരാഗത ആചാരപ്രകാരം കൈകൊണ്ട് നെയ്ത സായ് പി ഖുപ് ഷാൾ അണിയിച്ച് മാർത്തോമ സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്തയെ ആദരിച്ചു. മണിപ്പൂരിലെ ഇംഫാൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കുക്കി സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിലായിരുന്നു ആദരിക്കൽ ചടങ്ങ്. മണിപ്പൂർ കലാപത്തെ തുടർന്ന് പഠനാവസരം നഷ്ടമായ പെൺകുട്ടികൾക്ക് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത മുൻകൈയെടുത്ത് തിരുവല്ല നിക്കോൾസൺ സിറിയൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ താമസിക്കുന്നതിനും പഠിക്കുന്നതിനും അവസരം ഒരുക്കിയിരുന്നു. 50-ലധികം കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ താമസിച്ച് പഠിക്കുന്നു. മെത്രാപ്പൊലീത്തയോടുള്ള ആദരവ് പ്രകടിപ്പിച്ചാണ് വിശേഷ അവസരങ്ങളിൽ മാത്രം അവർ ധരിക്കുന്ന സായ് പി ഖുപ് ഷാൾ അണിയിച്ചത്. വികാരി ജനറൽ വെരി റവറൻഡ് ജോർജ് മാത്യു, ആൽമായ ട്രസ്റ്റി അഡ്വക്കേറ്റ് അൻസൽ സക്കറിയ കോമാട്ട്, കുക്കി സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ഗൗലുങ് മോൺ ഹാവോക്കിംഗ്, നോമിംഗ് ലം ഹാവോക്കിംഗ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജൂൺ 1 ഞായർ വിദ്യാഭ്യാസ വർഷാരംഭ ദിനമായി സഭ ആചരിക്കും. അന്നേ ദിവസം എല്ലാ പള്ളികളിലും വിദ്യാലയ വർഷാരംഭ സ്തോത്ര ശുശ്രൂഷ ക്രമീകരിക്കും. കുട്ടികൾക്ക് ധാർമ്മികതയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം നൽകേണ്ടത് പരമപ്രധാനമായ ഉത്തരവാദിത്വമാണെന്ന് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഇടവകകൾക്ക് അയച്ച സർക്കുലറിൽ ആഹ്വാനം ചെയ്തു. ക്രിസ്തീയ മൂല്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ടായിരിക്കണം കുട്ടികൾ അറിവിൻ്റെ അഭ്യസനം ആരംഭിക്കേണ്ടത്. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭിക്കുന്നതിന് സ്കൂളുകളും ഭവനങ്ങളും ഇടവകകളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാർത്തോമ മെത്രാപ്പൊലീത്ത ഉദ്ബോധിപ്പിച്ചു. ജൂൺ 8 പരിസ്ഥിതി ഞായറായി സഭ ആചരിക്കും. പരിസ്ഥിതി സൗഹൃദത്തിന് ഊന്നൽ നൽകുന്ന ആരാധനയും വചനധ്യാനവും പ്രാർത്ഥനയും ചർച്ചകളും പ്രവർത്തനങ്ങളും ഇടവകകൾ കേന്ദ്രീകരിച്ച് അന്നേ ദിവസം ക്രമീകരിക്കും. മെത്രാപ്പൊലീത്തയുടെ അംഗീകാരത്തോടു കൂടിയ ക്രമം ആരാധനയ്ക്കായി ഉപയോഗിക്കും. നാം അധിവസിക്കുന്ന ഭൂമി മനോഹാരിതയിൽ കാത്തു സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം വിശ്വസ്തയോടെ നിർവഹിക്കണമെന്ന് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഇടവകകൾക്ക് അയച്ച സർക്കുലറിൽ ആഹ്വാനം ചെയ്തു. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ് ലോക പരിസ്ഥിതി ദിനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിനും പുനരുപയോഗിക്കുന്നതിനും പ്ലാസ്റ്റിക് ഉപയോഗം പുനർവിചിന്തനം നടത്തുന്നതിനുമായ കൂട്ടായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. പ്രാദേശിക ഇടവകകൾ പരിസ്ഥിതി സൗഹൃദമായി സൂക്ഷിക്കുന്നതിനും പ്ലാസ്റ്റിക് രഹിതമാക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്ത് പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിക്കുകയും വേണമെന്ന് മെത്രാപ്പൊലീത്ത ഉദ്ബോധിപ്പിച്ചു. മാർത്തോമ സഭ കോട്ടയം കൊച്ചി ഭദ്രാസനത്തിലെ നവീകരിച്ച ബഥേൽ അരമനയുടെ പ്രതിഷ്ഠാ ശുശ്രൂഷ ഡോക്ടർ യുയാക്കിം മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ സഹകാർമ്മികനായിരുന്നു. ഭദ്രാസന സെക്രട്ടറി റവറൻ അലക്സ് എബ്രഹാം നന്ദി രേഖപ്പെടുത്തി. സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, സീനിയർ വികാരി ജനറൽ വെരി റവറൻ മാത്യു ജോൺ, വികാരി ജനറൽമാരായ വെരി റവറൻ ഡോക്ടർ സാംസൺ എം ജേക്കബ്, വെരി റവറൻ ജോർജ് സക്കറിയ, വെരി റവറൻ കെ എസ് മാത്യു, വെരി റവറൻ ഡോക്ടർ സി കെ മാത്യു, വെരി റവറൻ ഡോക്ടർ ഈശോ മാത്യു, സഭാ ട്രസ്റ്റി അഡ്വക്കേറ്റ് ആൻസിൽ സക്കറിയ കോമാട്ട്, ഡയസിഷൻ ട്രഷറർ നോബിൾ തോമസ്, ബിഷപ്പ് സെക്രട്ടറി റവറൻ അജിൻ മാത്യു വർഗീസ്, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, അസംബ്ലി അംഗങ്ങൾ, സഭാ കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പാഴ്മുളം തണ്ടായിരുന്നിൽ സ്നേഹത്തിൻ തലോടൽ നൽകി നീ. മാർത്തോമ സഭയിലെ പള്ളികളിലും ആരാധനമധ്യേയും ഈ സമർപ്പണ ഗാനം പാടി ഇടവക ഗായക സംഘങ്ങൾ ശുശ്രൂഷകളിൽ പുനർസമർപ്പിതരായി. ദിവ്യസംഗീത ഞായറായി സഭ വേർതിരിച്ച കഴിഞ്ഞ ഞായറാഴ്ച ഗായക സംഘങ്ങൾ ഒരുക്കിയ പ്രത്യേക ശുശ്രൂഷകൾ വിശ്വാസ സമൂഹത്തിന് അനുഗ്രഹീത അനുഭവം ഒരുക്കി. പ്രത്യേക ആരാധനക്രമം ഉപയോഗിച്ചുള്ള ആരാധനയും സമർപ്പണ ഗാനവും വചനധ്യാനവും പ്രതിഷ്ഠയും വ്യത്യസ്ത അനുഭവങ്ങളായി. ദിവ്യസംഗീത വാരത്തോടനുബന്ധിച്ച് DSMCയുടെ നേതൃത്വത്തിൽ കോഴഞ്ചേരി സെൻറ് തോമസ് മാർത്തോമ പള്ളിയിൽ സേല എന്ന മ്യൂസിക്കൽ മെഡിറ്റേഷൻ സന്ധ്യയും സംഘടിപ്പിച്ചു. +2 പരീക്ഷയിൽ മികച്ച വിജയം നേടി മാർത്തോമ സ്കൂൾ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് കീഴിലുള്ള സ്കൂളുകൾ നാടിന് അഭിമാനമായി. 122 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചു.
പത്തനംതിട്ട മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിനാണ് തിളക്കമാർന്ന വിജയം. 98.6% വിജയം നേടിയ സ്കൂളിൽ 39 പേർക്ക് A+ ലഭിച്ചു. പത്തനംതിട്ട ജില്ലയിൽ വിജയശതമാനത്തിൽ 1-ാം സ്ഥാനമാണ് സ്കൂളിന് ലഭിച്ചത്. തിരുവല്ല SES സ്കൂൾ 88.7% വിജയം നേടി 20 വിദ്യാർത്ഥികൾക്ക് A+ നേടിക്കൊടുത്തു. വാളകം സ്കൂൾ 87.5% വിദ്യാർത്ഥികളെ വിജയിപ്പിച്ചു. 16 പേർക്ക് A+ ലഭിച്ചു. വെൺമണി 79.9% വിജയം നേടിയപ്പോൾ 17 പേർക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. പെരുമ്പാവൂർ 78.3%, കീഴിലം 73.6%, കോട്ടയം 67.7%, ഇടക്കുളം ഗുരുകുലം 41.2%, കുന്നം 83.7% കുട്ടികൾ വിജയിച്ചു. പെരുമ്പാവൂർ 15, വാളകം 16, കോട്ടയം 5 എന്നിങ്ങനെ വിദ്യാർത്ഥികൾക്ക് A+ ലഭിച്ചു. മാർത്തോമ സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസന അധ്യക്ഷനായിരുന്ന ഗീവറിയസ് മാർ അത്താനാസിയോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത ഓർമ്മയായിട്ട് 7 വർഷം. 7ാമത് സ്മാരക പ്രഭാഷണം ഉദിമൂട് മാർത്തോമ പള്ളിയിൽ നടന്നു. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ബർന്നബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. ഗീവറിയസ് മാർ അത്താനാസിയോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക വിഷയങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിച്ച പ്രവാചക ശബ്ദമായിരുന്നു എന്നും കവിതാത്മകമായ പ്രഭാഷണത്തിലൂടെ കേൾവിക്കാരിൽ ഉണർവ് പകർന്ന വാഗ്മിയായിരുന്നു എന്നും മാർ ബർന്നബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത അനുസ്മരിച്ചു. അത്താനാസിയോസിന്റെ പ്രസംഗങ്ങളെല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമായിരുന്നു. ഏത് പ്രസംഗത്തിനും തന്നെ ആകർഷിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാകുന്ന കർത്താവിനെ പറിച്ച് നമ്മുടെ ഇടയിൽ നട്ടും വളർത്താൻ തക്കവണ്ണം സാന്ദ്രമായ അനുഭവത്തിലൂടെയാണ് തിരുമേനി തൻ്റെ പ്രസംഗങ്ങളെല്ലാം കരുവ് പിടിപ്പിച്ചത്, നമ്മെ കോൾമയിൽ കൊള്ളിച്ചതും. പ്രശസ്ത ചിന്തകനും ഗ്രന്ഥകാരനുമായ ഫാദർ ബോബി ജോസ് കട്ടിക്കാട് സ്മാരക പ്രഭാഷണം നടത്തി. വർദ്ധിച്ചുവരുന്ന അജ്ഞതയും അഹന്തയും അശ്രദ്ധയുമാണ് മനുഷ്യബന്ധങ്ങളുടെ അകൽച്ചയുടെ കാരണങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. അകൽച്ച പാപത്തിൻ്റെ ലക്ഷണമാണെന്നും അതിരുകളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് മാത്രമേ അകലങ്ങൾ കുറയ്ക്കാൻ സാധിക്കൂവെന്നും അദ്ദേഹം പറഞ്ഞു. കുലീനമായ ബന്ധങ്ങൾ സ്ഥാപിച്ച യോഗീവര്യനായ ഗീവറിയസ് മാർ അത്താനാസിയോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്തയെ പോലെ മനുഷ്യ മനസ്സുകളിലെ വേർതിരിവുകളുടെ മതിലുകൾ തകർക്കുവാൻ നാം ഉത്സാഹിക്കണമെന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. We are here to love. We are here to love. ഒന്നിനു വേണ്ടിയല്ല നമ്മൾ. We are here to love. വേറെന്തിനു വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്? ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് കോശി പനച്ചമുട്ടിൽ, ട്രഷറർ അനു ഫിലിപ്പ്, റവറൻ TS തോമസ്, റവറൻ എബ്രഹാം വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. റവറൻ സന്തോഷ് ജോസഫ്, CT ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. മാർത്തോമ സഭ തിരുവനന്തപുരം, കൊല്ലം ഭദ്രാസന നേതൃത്വത്തിൽ ഇടവക ട്രസ്റ്റിമാരുടെയും ഓഡിറ്റേഴ്സിൻ്റെയും സംയുക്ത യോഗം മുക്കോലിക്കൽ സെൻറ് തോമസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. സഭാ ഫിനാൻസ് മാനേജർ റവറൻ സുബിൻ സാം മാമൻ, ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരായ തോമസ് ജേക്കബ്, അജിത് സാം തുടങ്ങിയവർ ക്ലാസ് എടുത്തു. ഭദ്രാസന സെക്രട്ടറി റവറൻ ഷിബു ഒ പ്ലാവിള, ട്രഷറർ ജോൺസൺ എബ്രഹാം എന്നിവർ നേതൃത്വം നൽകി. റവറൻ ബിജു എസ് ചെറിയാൻ ധ്യാനപ്രസംഗം നടത്തി. ഭവനരഹിതരായ 3 പേർക്ക് ഭവനമൊരുക്കി തിരുവനന്തപുരം, കൊല്ലം ഭദ്രാസനം. ഭദ്രാസനത്തിലെ വിവിധ ഇടവകളുടെയും മിഷൻ LACകളുടെയും സഹകരണത്തിൽ കിളിമാനൂർ, മഞ്ഞപ്പാറ, വർക്കല എന്നിവിടങ്ങളിലാണ് വീടുകൾ ഒരുക്കിയത്. വർക്കല, മഞ്ഞപ്പാറ വീടുകൾ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് എപ്പിസ്കോപ്പയും കിളിമാനൂരിലെ വീട് റവറൻ മാത്യു P തോമസും കൂദാശ ചെയ്തു. മാർത്തോമ സഭ തിരുവനന്തപുരം, കൊല്ലം ഭദ്രാസന സൺഡേ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ത്രിദിന ക്യാമ്പ് പെരികാലം ധ്യാനതീരത്ത് നടത്തി. ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. മാർത്തോമ സഭ വാർഷിക പ്രതിനിധി മണ്ഡലം സെപ്റ്റംബർ 2, 3, 4 തീയതികളിൽ തിരുവല്ല ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പൊലീത്ത സ്മാരക ഓഡിറ്റോറിയത്തിൽ നടത്തുമെന്ന് സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ അറിയിച്ചു. മാർത്തോമ സഭ കോട്ടയം, കൊച്ചി ഭദ്രാസനത്തിലെ ഇടവകകളിൽ വികാരിമാരായി ശുശ്രൂഷയിൽ പ്രവേശിച്ച വൈദികരുടെയും കുടുംബങ്ങളുടെയും സംഗമം മാങ്ങാനം TMAM ഓറിയന്റേഷൻ സെന്ററിൽ നടത്തി. ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമത്യോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. വികാരി ജനറൽ വേറെ റവറൻ ഡോക്ടർ സാംസൺ M ജേക്കബ്, ഭദ്രാസന സെക്രട്ടറി റവറൻ അലക്സ് എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു.
പുതുതലമുറയുടെ സമഗ്രവും ആരോഗ്യകരവുമായ വളർച്ച ലക്ഷ്യമിട്ട് മാർത്തോമാ സഭ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിൽ മെൻറ്ററിംഗ് മിനിസ്ട്രി ആരംഭിക്കുന്നു. ശുശ്രൂഷയുടെ ഉദ്ഘാടനം 31 ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ഇയാക്കി മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത നിർവഹിക്കും. ആറാട്ടുപുഴ തരംഗം മിഷൻ ആക്ഷൻ സെൻ്ററിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് സക്കറിയ, കൺവീനർ റവറൻ തോമസ് ജോസഫ്, കോർഡിനേറ്റർ ലവിൻ കെ ചെറിയാൻ എന്നിവർ നേതൃത്വം നൽകും. ഇടവക തലത്തിൽ യുവാക്കളെയും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളെയും ശ്രദ്ധാപൂർവം കേൾക്കുകയും അവരുടെ വൈകാരികവും മാനസികവുമായ പാകപ്പെടലും ആത്മീയവുമായ വളർച്ചയുമാണ് മിനിസ്ട്രിയുടെ ലക്ഷ്യം. പൗരോഹിത്യ ശുശ്രൂഷയിൽ അനുഗ്രഹീതമായ അരനൂറ്റാണ്ട് പിന്നിടുന്ന വികാരി ജനറൽ വെരി റവറൻ ടി കെ മാത്യുവിനെ മാർത്തോമാ സഭ അടൂർ ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ ആശംസകൾ നേരുകയും ഷാൾ അണിയിക്കുകയും ചെയ്തു. വികാരി ജനറൽ റവറൻ കെ വി ചെറിയാൻ മുതലായവർ പങ്കെടുത്തു. 1976 ഏപ്രിൽ 27 ഷമ്മാശനായും ജൂൺ 14 കശിശയായും ശുശ്രൂഷയിൽ പ്രവേശിച്ച അദ്ദേഹം കേരളത്തിലും പുറത്തുമായി 20-ലധികം ഇടവകകളിൽ അനുഗ്രഹീത ശുശ്രൂഷ നിർവഹിച്ചു. മാർത്തോമ യുവജന സഖ്യം ജനറൽ സെക്രട്ടറി, സഭാ കൗൺസിൽ അംഗം, സുവിശേഷ പ്രസംഗ സംഘം, സന്നദ്ധ സുവിശേഷക സംഘം മാനേജിംഗ് കമ്മിറ്റി അംഗം, മെട്രോപൊളിറ്റൻ ഫണ്ട് കൺവീനർ, 1000 വീട് പദ്ധതി കൺവീനർ തുടങ്ങിയ ഒട്ടേറെ നിലകളിൽ ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തി. 2013 വികാരി ജനറലായി നിയോഗിതനായി. കൂടുതൽ സഭാവിശേഷങ്ങളും വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കണ്ടുമുട്ടാം. ഷാലോം.